നമ്മൾ സോഫിയ റോബോട്ടിനെ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ അസിമോ ഹോണ്ട അത് ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഞാൻ പറഞ്ഞിരുന്നു നെക്സ്റ്റ് ഈസ് അറ്റ്ലസ്. സോ സോഫിയ റോബോട്ട് എന്ന് പറയുമ്പോൾ ആസ് വി ഡിസ്കസ്ഡ് അതൊരു സോഫ്റ്റ്വെയർ ഫോക്കസ്ഡ് കമ്പനിയാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് അതിൻ്റെ AI ഇൻ്റഗ്രേഷനൊക്കെ നല്ല സ്മൂത്ത് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ അസിമോ ഇസ് എ ഹാർഡ്വെയർ കമ്പനി ഹു ഡെവലപ്പ് ലൈക്ക് ഓൾമോസ്റ്റ് 1980 മുതൽ 2000 വരെ ഓൾമോസ്റ്റ് 20-30 ഇയേഴ്സ് അവർ ഇതേ റോബോട്ടിക്സിനെ വാക്കിംഗ് പഠിപ്പിക്കലായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് കമ്പനി ഈസ് ബോസ്റ്റൺ ഡൈനാമിക്സ്. അത്യാവശ്യം ഫേമസ് ആണ് ഇവർ, കാരണം അവർ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസും അതും കുറച്ച് ഫിക്ഷൻസും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഗ്രീൻ സ്ക്രീൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് റോബോട്ടിക്സിനെ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്ത് ലൈവാക്കി നിർത്തിയ ആൾക്കാരാണ്. ഓക്കെ, സോ ഇവരൊരു ഹാർഡ്വെയർ ടീം എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് ടോട്ടൽ ഇന്ന് നിൽക്കുന്ന റോബോട്ട്സ് അൺടിൽ ഇലോൺ മസ്കിൻ്റെ റോബോട്ട്സ് വരെ ഇവരുടെ ഒരു റേഞ്ചിൽ എത്തിയിട്ടില്ല. അതായത് ഇവരുടെ ഫിസിക്കൽ സ്ട്രക്ചർ, ബൈപ്പെഡൽ ബാലൻസിങ്, കാലുകൊണ്ടുള്ള വാക്കിംഗ് സ്റ്റൈൽ, ജമ്പിങ് സ്റ്റൈൽ, അതൊക്കെ ഭയങ്കര ഒരു റെവല്യൂഷണറി എന്ന് തന്നെ പറയാം. ഓക്കെ, കാരണം അങ്ങനെ ഒരു റോബോട്ട് ഇന്ന് വരെ ലോകത്ത് ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, കുറേ വീഡിയോ സ്റ്റൺസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ടെക്നിക്കലി സ്പീക്കിംഗ് ദേ ആർ ദ ബെസ്റ്റ്, അങ്ങനെ കൂടെ പറയാം. ഓക്കെ, ഫിസിക്കൽ സ്ട്രക്ചറിൽ കേട്ടോ. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോബോട്ട് അറ്റ്ലസ് മെയിൻലി വന്നിട്ട് ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് മാർക്ക് റൈബർട്ട് ആണ് ഇതിൻ്റെ ചെയർമാൻ. ഓക്കെ, സോ ഹീ സ്റ്റാർട്ടഡ് ദിസ് കമ്പനി. അവർ അത്യാവശ്യം എന്താ പറയുക ബിഗ് ഡോഗ്, സ്പോട്ട് റോബോട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് സ്പോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ ഡോഗിൻ്റെ രീതിയിലൊരു യെല്ലോ കളർ കണ്ടിട്ടില്ലേ, അത് ഗൂഗിൾ ചെയ്താൽ കാണാം, സ്പോട്ട് റോബോട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു നായ്ക്കുട്ടി നടക്കുന്ന പോലെ ഉള്ള റോബോട്ട്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണ് അവർ. സോ ആൾ 1992 കമ്പനി സ്റ്റാർട്ട് ചെയ്തു. കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ കമ്പനി അത്യാവശ്യം റോബോട്ട് റിസർച്ചും കാര്യങ്ങളും മാനുഫാക്ചറിങ്ങും അതിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിരുന്നു. ഡിസംബർ 2013 ഗൂഗിള് ഈ അക്വയർ ചെയ്തു, അതായത് ഈ കമ്പനി വാങ്ങിച്ചു. ഗൂഗിൾ എന്തിനാണ് കമ്പനി വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം അവർക്കും മനസ്സിലായി ഗൂഗിളിന് ഇങ്ങനെ ഒരു സംഭവം ഇന്ന് വരെ വന്നിട്ടില്ല. ഓക്കെ, റെവല്യൂഷണറിയാണ്. ഓക്കെ, സോ ഇത്രയും ഹാർഡ്വെയർ സെക്ഷൻ ഇത്രയും കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആകുമ്പോൾ സോ they thought of investing it to make it more worth it. ഓക്കെ, പക്ഷേ എസ്പെഷ്യലി ഗൂഗിൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ആണെങ്കിൽ കൂടെ ഇൻ്റഗ്രേഷൻ ഓഫ് റോബോട്ടിക്സിൽ ഇത് മാനേജ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയില്ല. അതായത് ഇത് ആക്ച്വലി ഗൂഗിൾ പർച്ചേസ് ചെയ്തപ്പോൾ ആൻഡി റൂബിനായിരുന്നു ഇതിൻ്റെ ഹെഡായിരുന്നത്. പക്ഷെ ആൾ ഗൂഗിൾ വിട്ടപ്പോൾ 2014 വിട്ടതിന് ശേഷം ഇവർക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഇറ്റ്സ് ഓവർ ഹെഡ് ഇസ് ടു മച്ച്, ലൈക്ക് പേയബിൾസ് കൂടി അതൊരു ലോസ് എന്നുള്ള സ്റ്റാറ്റസ് എത്തിയപ്പോൾ ഗൂഗിൾ ലാസ്റ്റ് ഈ കമ്പനി സോഫ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ കമ്പനിക്ക് വിറ്റു. സോഫ്റ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ ജപ്പാൻ കമ്പനിയാണ്. സോഫ്റ്റ് ബാങ്ക് കേട്ടിട്ടുള്ള റോബോട്ടിക്സ് അറിയാവുന്നവർക്കറിയാം. നമ്മുടെ പെപ്പർ റോബോട്ടൊക്കെ മാനുഫാക്ചർ ചെയ്തത് സോഫ്റ്റ് ബാങ്ക് ആണ്. സോഫ്റ്റ് ബാങ്ക് റോബോട്ടിക് ഗ്രൂപ്പല്ല, അതൊരു ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഇൻ ജപ്പാനാണ്. അവർ ഈ ടെക്നോളജിയിലൊക്കെ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യും. ഇതിൻ്റെ ഓണറുടെ മോനാണ് 7 മില്യൺ ഏതൊരു കോയിൻ, ക്രിപ്റ്റോ കറൻസി കോയിൻ പർച്ചേസ് ചെയ്തിട്ട് വേൾഡിൽ ഏറ്റവും വലിയ ലോസൊക്കെ ഉണ്ടാക്കിയ ആൾ. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വലി ഒരാൾക്ക് ഇത്രയും വലിയ ലോസ് ആദ്യമായിട്ടാണ്. അപ്പോൾ അത്രയും വലിയ കമ്പനിയാണ് സോഫ്റ്റ് ബാങ്ക് ഗ്രൂപ്പ്. ഓൾമോസ്റ്റ് 6 to 7 ട്രില്യൺ ടേൺ ഓവറൊക്കെ ഉള്ള കമ്പനിയാണ്. ഇറ്റ്സ് ബിയോണ്ട് എ കൺട്രീസ് ടേൺ ഓവർ. അപ്പോൾ അത്രയും വാല്യുബിൾ അല്ലെങ്കിൽ അത്രയും ബിസിനസ് അസെറ്റ് ഉള്ള കമ്പനിയാണ് സോഫ്റ്റ് ബാങ്ക്. ഓക്കെ, സോഫ്റ്റ് ബാങ്ക് അവസാനം ഈ കമ്പനി വാങ്ങിച്ചു ഗൂഗിളിൻ്റെ നിന്ന് എപ്പോൾ 2017 അക്വയർ ചെയ്തതിന് ശേഷം പിന്നീട് 2020 ഹുണ്ടായ് ഗ്രൂപ്പ് അതിൻ്റെ 80% സ്റ്റേക്കും വാങ്ങിച്ചു. കറൻ്റ്ലി 80% ഹുണ്ടായുടെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ 20% ഇപ്പോൾ സോഫ്റ്റ് ബാങ്കിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ സോഫ്റ്റ് ബാങ്കിൻ്റെ ഒരു വാട്ട് ടു സേ ബിനാമി എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. കമ്പനിയുടെ അണ്ടറിലല്ല, വേറൊരു ആളുടെ പേരിലാണ് ഈ 20% ഇരിക്കുന്നത്. 2013 ഉണ്ടാക്കിയത് US ഡിഫൻസ് റിസർച്ച് പ്രൊജക്ട് ഏജൻസിക്കാണ്, ഡാർപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ബോസ്റ്റൺ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ കമ്പനി മാനുഫാക്ചർ ചെയ്തത്. അതായത് ഗൂഗിൾ അക്വയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു ഡാർപ്പയ്ക്ക് വേണ്ടിയിട്ടാണ്, ഡിഫൻസ് അഡ്വാൻസ് റിസർച്ച് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഇവർ മാനുഫാക്ചർ ചെയ്തത് അറ്റ്ലസ്. ഓക്കെ, അത് അറ്റ്ലസ്റ്റ് മാനുഫാക്ചർ ചെയ്ത് ഇമേജസ് ഒക്കെ അവർ കൊടുത്തിരുന്നെങ്കിലും അധികം അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നില്ല. ദെൻ 2016 അവർ അറ്റ്ലസ് 2016 ഇറക്കിയത്. ഈ ഒരു റോബോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഈ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ടൈപ്പ് ഓഫ് റോബോട്ട് ലൈക്ക് അറ്റ്ലസ് ഈസ് ലൈക്ക് എ മിലിറ്ററി ഗ്രേഡ് റോബോട്ട്.
ഇതൊരു ഫ്യൂച്ചറിൽ ഒരു റോബോട്ടിക് വാർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതിന് 2 പേരായിരിക്കും ഉത്തരവാദികൾ. ഒന്ന് ബോസ്റ്റൺ ഡൈനാമിക്സും, സെക്കൻഡ്ലി നമ്മുടെ ടെസ്ലയും അവരായിരിക്കാം. പക്ഷെ 2 പേരും പറയുന്നത് അങ്ങനത്തെ സപ്പോർട്ട് ചെയ്യില്ല, അഗെയിൻസ്റ്റ് ആണെന്നൊക്കെ പറയുന്നത്. ബട്ട് വി നെവർ നോ. സോ അറ്റ്ലസ് 2016 ഇറക്കിയ ഈ ബോസ്റ്റൺ ഡൈനാമിക്സിൻ്റെ ഈ മോഡൽ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ മോഡൽ പിന്നീട് അവർ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ റീസെൻ്റ്ലി ലൈക്ക് 2-3 months ബാക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ പറഞ്ഞു പുതിയ അറ്റ്ലസിൻ്റെ 2024 മോഡൽ ഇറക്കാണ്. സോ ഈ മോഡൽ ആൾക്കാർക്ക് വാങ്ങിക്കാൻ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നിർത്തിയേക്കുന്നത്. ബാക്കിയുള്ള ഈ അറ്റ്ലസ് 2016 വരെയുള്ളത് പർച്ചേസിങ് ഇല്ല. അത് ഓൺലി ഡിസ്പ്ലേയും വീഡിയോസും ഇൻ്റർവ്യൂസും കാര്യങ്ങളും മാത്രമായിരുന്നു. ഞാനിതിന് മുന്നേ മെൻഷൻ ചെയ്തിരുന്നു. അതായത് ബാക്ക് എൻഡിൽ വർക്ക് കൂടുമ്പോൾ അത് ഓപ്പറേഷണൽ ആക്കണമെങ്കിൽ ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും, ഹ്യൂമൻ ഇൻ്റലിജൻസ്, ഹ്യൂമൻ ടെക്നീഷ്യൻസിന് പ്രസൻസ് വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തുമ്പോൾ അവരത് സെല്ല് ചെയ്യില്ല, അവരത് ഡിസ്പ്ലേ ചെയ്യും. അത് ആ ഡിസ്പ്ലേയിൽ ഇവർക്ക് കിട്ടുന്ന ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അറ്റ്ലീസ്റ്റ് എ ലോട്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ് വരും. മില്യൺസ് ആൻഡ് ബില്യൺസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കിട്ടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ മെയിൻലി ഈ വീഡിയോ ആൻഡ് സോഷ്യൽ മീഡിയ സ്റ്റണ്ട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ ടെക്നിക്കലി സ്പീക്കിംഗ് ദീസ് പീപ്പിൾ, ബോസ്റ്റൺ ഡൈനാമിക് ഈസ് ദ റെവല്യൂഷണറി ടീം ഹു ക്യാൻ വർക്ക് വിത്ത് ദ ഹാർഡ്വെയർ പാർട്സ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മിലിറ്ററി ഗ്രേഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ടുള്ള റോബോട്ട്സിനെ ബിൽഡ് ചെയ്തു എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നെ ഈ റോബോട്ട് ഒരു ഒബ്ജക്റ്റ് എടുത്തെറിഞ്ഞു, സൈഡായിട്ടിലിരിക്കുന്ന ഒബ്ജക്റ്റുമൊക്കെ ചാടിക്കയറി അല്ലെങ്കിൽ മുകളിലേക്ക് ചാടിക്കയറി, ഇതിനൊക്കെ അവർ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ പവർ ഇൻക്രീസ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസിലാണ് ഇതൊക്കെ ഓടുന്നത്. ഇറ്റ് കനോട്ട് ബി ഓട്ടോണമസ്. ഓട്ടോണമസ് ആയിട്ട് തന്നെത്താൻ അറിഞ്ഞ് ചെയ്യുന്നതല്ല, അതൊരു കാൽക്കുലേറ്റഡ് റിസ്ക്. ഈ ആം റോബോട്ട്സ് കണ്ടിട്ടില്ലേ, കൈ പോലെ ഓരോ സാധനങ്ങൾ എടുക്കുന്നത്, അത് കറക്റ്റ് പൊസിഷനിൽ വെച്ചാൽ മാത്രമേ അതിനെടുക്കാൻ പറ്റുള്ളൂ. ഈ 3D മോണിറ്ററിങ് സിസ്റ്റം ഒന്നും അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് അത് നമുക്കില്ല, കാരണം അത്രയും ഫാസ്റ്റ്ലി ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റായൊന്നുമില്ല, പക്ഷേ ഇറ്റ് ടേക്സ് ടൈം. സോ ദിസ് ഈസ് വാട്ട് അറ്റ്ലസ് ഈസ്. സോ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ, കാരണം എനിക്ക് ഓഫീസിൽ പോവാറായി. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് അറ്റ്ലസ് ഈസ് ലൈക്ക്, അതിലോട്ട് നമുക്ക് പിന്നീട് വരാം. നെക്സ്റ്റ് നമ്മളെ സെഷൻ വരുന്നത് പെപ്പർ റോബോട്ടാണ്. സോ അടുത്ത സെഷനിൽ നമുക്ക് പെപ്പർ ഡിസ്കസ് ചെയ്യാം. സോ അറ്റ്ലസിനെ കുറിച്ചിട്ട് ഏകദേശം കിട്ടിയെന്നായിരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്.